പാലാ ബോയ്സ് ടൗണിന് സമീപമുള്ള ദയാഭവൻ വക സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയ പ്രശ്നം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ ചേംബറിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി. സ്വകാര്യ വ്യക്തി സ്വന്തം ചെലവിൽ തന്നെ സംരക്ഷണ ഭിത്തി കെട്ടിക്കൊടുക്കാമെന്ന് കരാറിൽ ഒപ്പുവെച്ചു. സ്ഥലം സന്ദർശിച്ച RDO KP ദീപ ക്രമക്കേട് കണ്ടുപിടിക്കുകയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ദയാഭവൻ കെട്ടിടത്തിനും സംരക്ഷണ ഭിത്തിക്കും ഉണ്ടായിട്ടുള്ള അപകടാവസ്ഥ പരിഹരിക്കുന്നതിനായി സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിന്റെ തറനിരപ്പിൽ നിന്നും ഫൗണ്ടേഷൻ സഹിതം സംരക്ഷണ ഭിത്തി പാലാ മുനിസിപ്പാലിറ്റി LSGD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ നിർദ്ദേശത്തിലും മേൽനോട്ടത്തിലും ജെയിംസ് കാപ്പന്റെ സ്വന്തം ചിലവിലും കെട്ടിക്കൊള്ളാമെന്നും കോമ്പൗണ്ട് വാൾ കെട്ടി നൽകിക്കൊള്ളാമെന്നും എല്ലാ നിർമ്മാണ പ്രവൃത്തികളും 2025 മാർച്ച് 31 പൂർത്തീകരിച്ചു കൊള്ളാമെന്നും ജെയിംസ് കാപ്പനും ദയാഭവൻ മദർ സുപ്പീരിയർ കാരുണ്യയും പരസ്പരം സമ്മതിച്ച് മുദ്രപത്രത്തിൽ എഴുതി അംഗീകരിച്ചു. ദയാഭവൻ വക സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയെന്ന പ്രശ്നമുണ്ടായപ്പോൾ തന്നെ RDO KP ദീപ സ്ഥലം സന്ദർശിക്കുകയും ക്രമക്കേട് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയത്. റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നടന്ന ചർച്ചയിൽ RDO KP ദീപ, ലാലം വില്ലേജ് ഓഫീസർ ബിനോയ് സെബാസ്റ്റ്യൻ, മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തിരുന്നു. i4A ന്യൂസ്, പാലാ.